കൂട്ടുകാരെ, നമുക്ക് ആദ്യം പൊരുത്തം വേണ്ട നമ്മുടെ ഉമ്മാരും ഉപ്പാരും. അവരുടെ പൊരുത്തമുണ്ടോ പിന്നെ അള്ള തൃപ്തിപ്പെടും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഉപ്പാന്റെ ഉമ്മാന്റെ പൊരുത്തം ഒരാൾക്ക് കിട്ടിയോ അയാൾക്ക് അള്ളാഹുവിന്റെ പൊരുത്തമുണ്ടോ? ചില ചെറുപ്പക്കാര് ചിലപ്പോൾ അവരുടെ മുടിയൊക്കെ കുറച്ച് കോലക്കേടുണ്ടാവും, കണ്ടാലൊരു സുഖക്കുറവുള്ള മുടിയൊക്കെ ഉണ്ടാവും. എന്നാലും ആ മക്കളൊക്കെ അവരുടെ ഉപ്പ ഉമ്മ എന്ന് പറഞ്ഞാൽ അവരുടെ ജീവന്റെ ജീവനെ. എനിക്കറിയാം കുറേ ചെറുപ്പക്കാരുണ്ട്, എത്ര മക്കളുണ്ട് അങ്ങനെ. ഉപ്പ ഉമ്മ എന്ന് പറഞ്ഞാൽ അവർക്ക് തീർന്ന് വേറെ വർത്താനമാണ്. ഏത് സുഹൃത്തുക്കൾ എന്ത് പിക്നിക്കിന് എന്ത് ടൂർ എന്ന് പറഞ്ഞാലും ഉമ്മ വിളിച്ചു മോനടെ ഉള്ളവനെ ഉമ്മത്തി ദത്തിമാ ഞാൻ വരുന്നുണ്ട്, അർജന്റുണ്ട്, ഉമ്മ വിളിക്കുന്നത്, വേറെ വർത്താനല്ല. ഖിയാമത്ത് അടയാളാ. ഉപ്പാനേക്കാളും ഉമ്മാനേക്കാളും സുഹൃത്തുക്കൾ പ്രാധാന്യം കൊടുക്കുന്നത് ഖിയാമത്ത് അടയാളം. ഖിയാമത്ത് നാൾ എന്തായാലും സംഭവിക്കും. നമ്മളായിട്ട് അതിനെ വലിച്ച് കൊണ്ടുവരണ്ടെന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം കേട്ടോ. പറഞ്ഞതിന്റെ അർത്ഥം ഉപ്പാക്കും ഉമ്മാക്കും പ്രാധാന്യം കൊടുക്കണം. ഇനി മരിച്ചു പോയവരാണെങ്കിൽ അതെങ്ങനെയാ അവരെ സ്നേഹിക്കേണ്ടത്? ഇബ്നു ഹജർ റഹിമഹുല്ലാ പറയുന്നുണ്ടല്ലോ, മരിച്ചു പോയവരാണെങ്കിൽ ഒരാൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ആ ഒരാളെ ഉമ്മയാണുള്ളത് അല്ലെങ്കിൽ ഉപ്പയാണുള്ളെങ്കിൽ അവരെ നന്നായിട്ട് തൃപ്തിപ്പെടുത്തണം. ആ മരിച്ചുപോയ ഉപ്പാക്കും ഉമ്മാക്കും കൂടി സന്തോഷമാണ് ഈ ഒരാളെ കണ്ടിട്ട്, അത്രയും തൃപ്തിപ്പെടുത്തണം. അവരുടെ ഇഷ്ടങ്ങൾ വാങ്ങാം. രണ്ടാമത്തത് മരിച്ചുപോയവരുടെ പേരിൽ സ്വതക്ക ചെയ്യുക. അതാണ് മരിച്ചുപോയ മാതാപിതാക്കളുടെ പേരിൽ ഗുണം ചെയ്യുക എന്ന് പറയുന്നതിന്റെ താല്പര്യം.